കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും തുടരും. മുഖ്യപ്രതി നിതീഷ് മൊഴി മാറ്റി പറയുന്നത് പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട്. കേസിലെ മറ്റൊരു പ്രതി വിഷ്ണുവിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമയെ ഇന്ന് കസ്റ്റഡിയിലെടുത്തേക്കും. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. സുഖകരമായ വാർത്തയല്ല നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഈയിടെയായി ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്കിതൊക്കെ സംഭവിക്കുമോ നമ്മുടെ കേരളത്തിൽ എന്നുള്ള ചോദ്യം അതാണ് ഉയരുന്നത്. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഇതിലെ നടപടികൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ സുമയെ ഒക്കെ ചോദ്യം ചെയ്യുക, ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണോ ഇന്ന് കടക്കുന്നത്? സ്മിത, ഗുഡ് മോർണിംഗ്. ഈ കട്ടപ്പന ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇനിയും മാറേണ്ടതുണ്ട്. ഈ പ്രതിയായിട്ടുള്ള നിതീഷ് നൽകിയിരിക്കുന്ന മൊഴിയിൽ 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് വിജയന്റേതായിരുന്നു. വിജയന്റേതെന്ന് കരുതപ്പെടുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കാഞ്ചിയാറിലെ വീട്ടിൽ നിന്ന് ഇന്നലെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. അവിടെ നവജാത ശിശുവിനെ, അതായത് വിജയന്റെ മകളുടെയും നിതീഷിന്റെയും കുട്ടിയായിട്ടുള്ള 4 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പക്ഷേ ഇന്നലത്തെ പരിശോധനയിൽ യാതൊരുവിധ തെളിവുകളും അവിടെ നിന്ന് അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇതിനിടയിൽ പ്രതി പോലീസിനെ വലയ്ക്കുകയാണ്. ആദ്യം പറഞ്ഞ മൊഴിയിൽ നിന്ന് പ്രതി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് ആ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് മൃതദേഹം എന്നാണ്. പിന്നീട് അത് മാറ്റി ഇപ്പോൾ പറയുന്നത് ആ മൃതദേഹം അവിടെയല്ല മറ്റൊരു സ്ഥലത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലീസിനെ മൊത്തത്തിൽ വട്ടം കറക്കുകയാണ്. പക്ഷേ ഇതിൽ പോലീസ് അത്ര കണ്ട് വിശ്വാസത്തിലേക്ക് പോയിട്ടില്ല. പ്രതിയുടെ മൊഴി, ആദ്യം പറഞ്ഞ മൊഴി തന്നെയാണ് ശരി എന്നുള്ള നിലപാടിൽ അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ കൂട്ടാളിയായിട്ടുള്ള വിഷ്ണുവിനെ, അയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അയാളെയും ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും. ഈ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യാൻ വിഷ്ണുവും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസിനോട് പ്രതി നിതീഷ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയില്ല എങ്കിൽ ഒരുപക്ഷെ പോലീസിന് വലിയ വെല്ലുവിളിയാവുകയും ചെയ്യും. എന്തായാലും ഈ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ ആ പ്രതി ഒരു ക്രൂക്കഡ് മൈൻഡുള്ള ഒരാളാണെന്ന് കൃത്യമായി മനസ്സിലായതാണ്. കാരണം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള അപേക്ഷ പരിഗണിച്ച് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയതിന് പിന്നാലെ പ്രതി കോടതിയിൽ ചില നാടകീയ രംഗങ്ങൾ കാണിച്ചിരുന്നു. തലകറങ്ങി വീണു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ ചില സീനുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് പോലീസ് ഈ പ്രതിയുടെ ഇപ്പോഴത്തെ രീതി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും 9 മണിക്ക് വീണ്ടും ഇന്ന് പരിശോധന തുടങ്ങും. നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാഗര ജംഗ്ഷനിലുള്ള വീട്ടിലായിരിക്കും, വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ വീണ്ടും കുഴിയെടുത്ത് പരിശോധന നടത്തും.